പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഒരുപാട് സുമോഹന സ്വപ്നങ്ങളുമായി ആഗ്രഹാഭിലാഷങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി പരിശുദ്ധവും പരിപാവനവുമായ വിശുദ്ധ ഭൂമികയിലേക്ക് ഹജ്ജിന് വേണ്ടി പുറപ്പെടാൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന ഹാജിമാരുടെ ഒരുപക്ഷെ നാട്ടിലെ അവസാനത്തെ ജുമഅയായിരിക്കാം ഇന്ന്. പല ആളുകളും അടുത്തടുത്ത ദിവസങ്ങളിൽ നമ്മുടെ നാടുകളിൽ നിന്ന് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഹജ്ജ് എന്ന് പറയുന്നത് അത് ചെറിയ ഒരു കാര്യമല്ല. ബുനിയൽ ഇസ്ലാമു അലാ ഖംസി. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു പഞ്ചസ്തംഭങ്ങളുടെ മേൽ നിലനിൽക്കുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അൽ ഹജ്ജു തമാമുൽ ഇസ്ലാമി വ കമാലുദ്ദീൻ. ഇസ്ലാം പൂർത്തീകരിക്കപ്പെടുന്നത് ഹജ്ജ് കൊണ്ടാണ്. ദീൻ മുഴുവനാകുന്നത്, ദീൻ പൂർണ്ണമാകുന്നത് അത് ഹജ്ജ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഹജ്ജിന് വലിയ സ്ഥാനമാണ് പരിശുദ്ധമായ ഇസ്ലാം നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തത്വാഅ ഇലൈഹി സബീലാ. ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായി കഴിഞ്ഞാൽ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തത്വാഅ ഇലൈഹി സബീലാ. എന്നാൽ ആ മനുഷ്യൻ ഉടൻ തന്നെ പരിശുദ്ധമായ പുണ്യഭൂമിയിൽ പോയി ഹജ്ജ് ചെയ്യണമെന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും ദീനും പഠിപ്പിക്കുന്നത്. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ മലക്ക, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അല്ലാഹു തആല വലിയ അനുഗ്രഹം ചെയ്തു, അവന് കഴിവ് നൽകി. എന്തിന്? സാദാ വറാഹില, ആ പരിശുദ്ധമായ ഭൂമിയിൽ പോയി വരാനുള്ള കഴിവ്, ആരോഗ്യം അല്ലാഹു തആല നൽകി. അതുപോലെ തന്നെ സാമ്പത്തികമായ കഴിവ് നൽകി. വറാഹില, വാഹന സൗകര്യം അല്ലാഹു തആല നൽകി. എന്നിട്ടും ആ മനുഷ്യൻ ഹജ്ജിന് പോയില്ല. സാമ്പത്തികമായിട്ട് കഴിവുണ്ട്, ഹജ്ജിന് പോകാനുള്ള പൈസ അയാളുടെ കയ്യിലുണ്ട്, ആരോഗ്യപരമായിട്ട് കഴിവുണ്ട്, എല്ലാ നിലക്കും പോകാൻ പറ്റിയ നല്ല സാഹചര്യങ്ങളൊക്കെ ഒത്തുവന്നിട്ടും അയാൾ പോയില്ലെങ്കിൽ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, തുബല്ലിഹു ഇലാ ബൈത്തില്ലാഹി വലം യഹുജ്ജ ഫലാ അലൈഹി അയ്യമൂത്ത യഹൂദിയൻ ഔ നസ്റാനിയ. ആ മനുഷ്യൻ യഹൂദിയോ നസ്റാനിയോ ആയിട്ട് മരണപ്പെടുമെന്ന് സയ്യിദുൽ കായിനാത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യന്റെ കഴിവുണ്ടായിട്ട് പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ അല്ലാഹു തആല അവസരം കൊടുത്തു. സാമ്പത്തികമായും ശാരീരികമായും വാഹന സൗകര്യം എല്ലാം കൊടുത്തിട്ട് പരിശുദ്ധമായ പുണ്യഭൂമിയിൽ പോയി ഹജ്ജ് ചെയ്തില്ലെങ്കിൽ ആ മനുഷ്യൻ യഹൂദിയോ നസ്രാനിയോ ആയിട്ട് മരിക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചു, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചു, നോമ്പ് നോറ്റു, പക്ഷേ ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതെയാണ് അയാള് മരണപ്പെടുന്നതെങ്കിൽ മുസ്ലിമായിട്ട് അവർക്ക് മരിക്കാൻ പറ്റില്ല എന്ന് സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. എന്നിട്ട് നബി തങ്ങൾ ഈ ആയത്ത് ഓതുകയാണ്, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. അതിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, വമൻ കഫറ, ഇനി ഇത് ചെയ്തില്ലെങ്കിൽ അവൻ കാഫിറായിട്ട് മരിക്കുന്നതാണ്. പക്ഷേ കാഫിറായി ചത്തുപോകുമ്പോ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖനിയാണ്, അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. റബ്ബ് തആല ഇത്രയും ഗൗരവത്തോടു കൂടിയിട്ട് ഹജ്ജിന്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും നമ്മിൽപ്പെട്ട പല ആളുകളും പറയുന്നത്, ഞാൻ ഹജ്ജിനുള്ള അർഹത നേടിയിട്ടില്ല എന്ന്. ഇവർക്ക് 10 ലക്ഷം രൂപ കട ഉണ്ടാവും, പക്ഷെ 50 ലക്ഷം രൂപയുടെ സ്ഥലം അപ്പുറത്ത് കിടക്കണ്ടാവും. ആ സ്ഥലവും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും, അത് വിറ്റിട്ട് ഹജ്ജിന് പോകാൻ ശ്രമിക്കൂല. അല്ലെങ്കിലോ പല ആളുകളും അങ്ങനെയാണ്, കടത്തിന്റെ പേര് പറയും, പക്ഷെ ഈ കടം വീട്ടാനുള്ള വഴികൾ അപ്പുറത്ത് കിടക്കുന്നുണ്ടാകും, അതവൻ നോക്കൂല.
എന്നിട്ട് ഹജ്ജിന് പോകാൻ കഴിവില്ലെന്ന് പറയും മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി. അവിടുന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട്, ഷാഫിഈ മദ്ഹബിന്റെ പ്രാമാണിക ഗ്രന്ഥമായ തുഫ പോലെയുള്ള ഗ്രന്ഥം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള മഹാത്മാക്കൾ അവര് പഠിപ്പിക്കുന്നുണ്ട്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വരുമാന മാർഗമായിട്ട് ഒരു കടയാണുള്ളത്. പോയി വരാനുള്ള ചെലവും ഇതൊക്കെ കഴിച്ചിട്ട്, വീടും ചെലവൊക്കെ കഴിച്ചിട്ട് പിന്നെ അയാൾക്കുള്ളത് ഒരു കടയാണ്. വരുമാന മാർഗമായിട്ട് ചെറിയൊരു പെട്ടിക്കടയാണ് ഉള്ളതെങ്കിൽ അത് വിറ്റിട്ടാണെങ്കിലും അവൻ ഹജ്ജിന് പോകണമെന്നാണ് മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ ആളുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു 60% ആളുകളെങ്കിലും ഹജ്ജിന് പോകാൻ അർഹരാകും. പക്ഷെ എത്ര പേര് പോകുന്നുണ്ട്, എത്ര പേര് അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന് നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പറയുന്ന ഞാനും നിങ്ങൾക്ക് വളരെ ഗൗരവപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് കളിതമാശയല്ല, അത് സുന്നത്തായ കാര്യമല്ല, നിർബന്ധമായ കാര്യമാണ്. ആ ഹജ്ജ് ചെയ്താൽ മറ്റുള്ള കാര്യങ്ങളെ പോലെയല്ല, അതിന്റെ പ്രതിഫലം വളരെ വലുതാണ്. മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. സഫയുടെയും മറുപടിയുടെയും ഇടയിൽ നിൽക്കുമ്പോൾ വലിയ ഒരു ജമാഅത്ത്, ഒരു സംഘം വന്നുകൊണ്ട് അവിടെ ഇറങ്ങുകയാണ്. കുതിരപ്പുറത്ത് വന്നിട്ട് ഇറങ്ങിയ ആ സംഘം പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുക്കലേക്ക് വരികയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ കഅബാലയത്തിന് വലം വെക്കുന്ന സമയത്ത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? കൻസുൽ ഉമ്മാൽ എന്ന് പറയുന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ കാണാം, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് അവർ പറഞ്ഞു, ഞങ്ങൾ ഇറാഖിൽ നിന്ന് വരുന്നവരാണ്. എന്തിനാണ് വന്നത്? ഹജ്ജിന് വേണ്ടി വന്നതാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? കച്ചവടത്തിന് വേണ്ടി വന്നപ്പോ ഹജ്ജിനെ ചെയ്യാൻ വേണ്ടി വന്നതാണോ? അല്ലെങ്കിൽ ഇതുവഴി പോയപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നപ്പോ, കുടുംബങ്ങളെ കാണാൻ വേണ്ടി പോയപ്പോ കഅബാലയത്തിങ്കൽ വന്ന് ഹജ്ജ് ചെയ്തതാണോ? അവര് പറഞ്ഞു, അല്ല, ഞങ്ങൾ ഹജ്ജ് മാത്രം ഉദ്ദേശിച്ചു വന്നതാണ്. അപ്പൊ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഹബീബായ തങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ സ്വീകാര്യയോഗ്യമായ ഹജ്ജിന് പ്രതിഫലം സ്വർഗ്ഗമല്ലാതെ ഇല്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹജ്ജ് ചെയ്ത വ്യക്തിയുടെ മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പൊറുത്തുകൊണ്ട് ഉമ്മ പെറ്റ കുട്ടിയെ പോലെ അവൻ മാറുന്നുവെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനി പുതിയ ഒരു മനുഷ്യരായി പുതിയ അമൽ ചെയ്തുകൊണ്ട് ജീവിക്കുവീനെന്ന് മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവരോട് പറയുകയാണ്. ഇത്തിഹാഫ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ, കൻസുൽ ഉമ്മാൽ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം രേഖപ്പെടുത്തിയതായിട്ട് കാണാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആ ഹജ്ജ് ചെറിയ ഒരു കാര്യമല്ല. അതുകൊണ്ട് ലഭിക്കുന്ന പ്രതിഫലം സ്വർഗമല്ലാതെ ഇല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ഇബ്നു ശമാത്തത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അംർ ഇബ്നുൽ ആസി റളിയല്ലാഹു അൻഹുമാ, അംർ ഇബ്നുൽ ആസി എന്നവരുടെ അടുക്കലേക്ക് ഞാൻ ചെന്ന സമയത്ത് വഹുവ ഫീ സിയാഖത്തിൽ മൗത്ത്, അദ്ദേഹം മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്, മരിക്കാൻ വേണ്ടിയിട്ട് കിടക്കാം. സക്കറാത്തിന്റെ സമയത്താണ് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. അദ്ദേഹം ഭയങ്കര കരച്ചിലിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കണ്ണുകളിൽ നിന്ന് കണ്ണീരൊറ്റിക്കൊണ്ടിരിക്കുകയാണ്.
അദ്ദേഹം പറയാണ്, എന്തിനാ നിങ്ങൾ കരയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന കാലഘട്ടം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഞാൻ ചെന്നു. ഫഖുൽതു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഉബ്സുത് യബീനക, നബിയേ എന്റെ കൈ ഒന്ന് പിടിക്കുമോ, ലിയുബാരിയക, ഞാൻ എന്നെ ഒന്ന് ബയ്യത്ത് ചെയ്യുമോ നബിയേ. ഫബസത യദഹു ഫഖബൽതു യദി, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ എന്റെ കൈ പിടിച്ച സമയത്ത് ഞാൻ കൈയങ്ങ് പിടിച്ചു. അള്ളാഹുവിന്റെ റസൂൽ എന്നെ കൈ പിടിച്ചപ്പോ ഞാൻ കൈ അങ്ങ് പിടിക്കുകയാണ്. അപ്പൊ റസൂലൊന്ന് ചോദിച്ചു, ഫഖാല മാലക യാ അംറോ, അംറേ നീ എന്തിനാണ് എന്നെ കൈ പിടിച്ചത്? അപ്പൊ നബിയോട് പറഞ്ഞു, നബിയേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഖാല അറദ്തു അൻ അസ്തരിത, ഖാല തസ്തരിതു മാദാ ഖാല. അള്ളാഹുവിന്റെ റസൂലേ എനിക്കൊരു നിബന്ധന അവിടെ നിന്ന് വച്ചു തരണം നബിയെ, എനിക്കൊരു ഷർത്തുണ്ട്, ആ ഷർത്ത് വച്ചു തരണം, എങ്കിൽ മാത്രമാണ് ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മോനെ അംറേ എന്താണ് നിന്റെ ഷർത്ത്? മാതാകാല. അപ്പൊ പറഞ്ഞു, നബിയെ അയ്യഗ്ഫിർലി, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ എനിക്ക് പുറത്തു കിട്ടണം യാ റസൂലല്ലാഹ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാല അമാ അലിംത യാ അംറോ, അംറേ നിനക്കറിയില്ലേ, അന്നൽ ഇസ്ലാമ, തീർച്ചയായും ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ യഖ്ദിമു മാ കാന ഖബലഹു, അയാളുടെ മുമ്പുള്ള തെറ്റുകളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നിനക്കറിഞ്ഞുകൂടെ അംറേ. ഒരാൾ പൊതുവിശ്വാസിയായി എന്നാൽ ചെയ്തു പോയ തെറ്റുകൾ, കൊലപാതകം ചെയ്തവനാണെങ്കിലും കള്ളു കുടിച്ചവനാണെങ്കിലും പലിശക്ക് കൊടുത്തവനാണെങ്കിലും മറ്റ് എന്ത് തെറ്റ് ചെയ്തവനാണെങ്കിലും ശിർക്ക് ചെയ്തവനാണെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോടുകൂടെ അല്ലാഹു അത് പുറത്തു കൊടുക്കുമെന്ന് നിനക്കറിയില്ലേ അംറേ. വീണ്ടും നബി തങ്ങൾ പറയുകയാണ്, ഇനി ഒരാൾ ഹിജ്റ പോയി അള്ളാഹുവിന്റെ ദീൻ വിശ്വസിച്ചതിന്റെ പേരിൽ ദീനിന് വേണ്ടിയിട്ട് നാട് വിട്ടുപോകും, പലായനം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. എത്യോപ്യയിലേക്ക്, അബിസീനിയയിലേക്ക്, മദീനത്തേക്ക്, അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ഹിജ്റ പോയ സഹാബത്ത് നമുക്കറിയുന്നതാണ്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വഅന്നൽ ഹിജ്റത തഖ്ദിമു മാ കാന ഖബലഹു, ഹിജ്റ ഒരാൾ പോയാൽ അയാളുടെ മുഴുവൻ തെറ്റും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. വീണ്ടും നബി തങ്ങൾ പറയുകയാണ്, അതുപോലെ തന്നെ വഅന്നൽ ഹജ്ജ, ഒരാൾ ഹജ്ജ് ചെയ്തു, ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ അയാൾ മുമ്പ് ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ മൂന്ന് കാര്യം, ഒന്ന് ഇസ്ലാം സ്വീകരിച്ചു, രണ്ട് ഹിജ്റ പോയി, മൂന്ന് ഹജ്ജ് ചെയ്തു. എങ്ങനത്തെ ഹജ്ജ്? മബ്റൂറായ ഹജ്ജ്, സ്വീകാര്യയോഗ്യമായ ഹജ്ജ്. എന്നാൽ അല്ലാഹു തആല അവന്റെ തെറ്റുകളെല്ലാം പുറത്തു കൊടുക്കുമെന്ന്. ഒരു ഹാജിയുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞ ചെറുതല്ല സഹോദരങ്ങളെ. നമ്മൾ ഹദീസുകളിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഹാജിയുടെ മഹത്വം എത്രയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇപ്പൊ തന്നെ അങ്ങ് ഹജ്ജിന് പോയാൽ മതി എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ അബൂ മൂസാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഫഅഹു ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഹാജു യശ്ഫഉ ഫീ 400 അഹ്ലി ബൈത്തിൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഒരു ഹാജിയായ മനുഷ്യന് 400 ആളുകളെ, അവന്റെ കുടുംബങ്ങളിൽപ്പെട്ട 400 ആളുകളെ ശുപാർശ ചെയ്യാൻ അല്ലാഹു അനുമതി കൊടുക്കുമത്രേ. أو قال من أهل بيته ويخرج من ذنوبه كيوم ولدته أمه. ഉമ്മ പെറ്റ മകനെ പോലെ ഹാജി മാറുന്നതോടൊപ്പം 400 പേർക്ക് ശുപാർശ ചെയ്യാൻ അല്ലാഹു അനുമതി കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പോ ഒരു ഹാജി മുഖേന അവന്റെ കുടുംബത്തിലെ എത്ര ആളുകളുണ്ടോ? 400 പേര് അവൻ മുഖേന രക്ഷപ്പെടും. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ഇതൊക്കെ പഠിച്ചിട്ടാണ് സഹാബത്ത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ പുണ്യഭൂമിയിൽ പോകണമെന്ന് കരുതിയിട്ട് അവിടേക്ക് യാത്രയായത്. എത്രയോ സഹാബത്തിന്റെ ചരിത്രമുണ്ട്. പോകാൻ കഴിയാതെ കഷ്ടപ്പെട്ട് രോഗസ്ഥനായി വളരെ പ്രയാസപ്പെട്ട് കഴിയുമ്പോഴും ആ പുണ്യഭൂമിയിൽ പോയി ഹജ്ജ് ചെയ്ത എത്രയോ മഹാന്മാരാണ്. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
ഹാജിയുടെ മഹത്വം ചെറുതല്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ലഖീതൽ ഹാജ ഫസല്ലിം അലൈഹി. നീ ഒരു ഹാജിയെ കണ്ടു കഴിഞ്ഞാൽ അവനോട് നീ സലാം പറയണേ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മിഷ്കാത്തുൽ മസാബീഹിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഇമാം മുഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസ്. എന്നിട്ടോ സലാം പറഞ്ഞു കഴിഞ്ഞിട്ടോ വസാഫിഹു, അവനെ നീ മുസാഫഹത്ത് ചെയ്യണേ, ഹാജിയെ നീ കെട്ടിപ്പിടിക്കണേ. വമുർഹു അയസ്തഗ്ഫിറ ലക ഖബ്ല അൻ യദ്ഖുല ബൈതഹു ഫഇന്നഹു മഗ്ഫൂറുൻ ലഹു. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവൻ ആ ഹജ്ജിന് പോയ വ്യക്തി അവന്റെ വീട്ടിൽ കയറുന്നതിന് മുമ്പ്, ഹജ്ജിന് പോകുമ്പോ ഹാജി മറ്റുള്ള ആളുകളെ കണ്ടിട്ട് യാത്ര പറയണം. അങ്ങനെയാണ് സുന്നത്ത്. അല്ലാതെ ഹാജിയുടെ വീട്ടിലേക്ക് എല്ലാവരും പോകും, അതല്ല. ഹജ്ജിന് പോകുന്ന വ്യക്തി എല്ലാവരെയും കണ്ടിട്ട് പൊരുത്തപ്പിടിക്കണം, അങ്ങോട്ട് നിന്ന് പൊരുത്തപ്പിടിക്കണം. പക്ഷെ ഹജ്ജ് കഴിഞ്ഞു വരുമ്പോൾ നേരെ തിരിച്ചാണ്. വീട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ ചെന്നിട്ട് അവന്റെ കൈ പിടിച്ചുകൊണ്ട് അവനോട് പറയണം, എനിക്ക് വേണ്ടി ദ്വാരക്കണമെന്ന്. കാരണം ഹബീബായ തങ്ങൾ പറയുകയാണ്, അവൻ സ്വർഗത്തിന്റെ ആളാണ്. മാത്രമല്ല അവൻ റെക്കമെൻഡ് ചെയ്തു കഴിഞ്ഞാൽ, അവൻ നിനക്ക് വേണ്ടി ദ്വാ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തആല ദ്വാ സ്വീകരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ട ഇമാം ബുറൈദ റളിയല്ലാഹു അൻഹു. ബുറൈദ എന്നാൽ ഒരു സഹാബിയുടെ പേരാണ്. സൗദി അറേബ്യയിലെ ഒരു സ്ഥലത്തിന്റെ പേരുണ്ട് ബുറൈദ എന്ന്. ആ മഹാത്മാവ് പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഫഖതു ഫിൽ ഹജ്ജി കന്നഫഖതി ഫീ സബീലില്ലാഹി ബിസബഇ ളിഫിൻ. ഒരാൾ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് അയാൾ പൈസ ചെലവഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ 700 ഇരട്ടി പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഇമാമിയങ്ങളെ കണക്ക് കൂട്ടി പറയുന്നുണ്ട്. 700 അല്ല, 700 ഇരട്ടി. ഒരു ദിർഹമിന് 4 കോടി വരെ പ്രതിഫലം ലഭിക്കുമെന്ന്. ആലോചിച്ച് നോക്കണേ സഹോദരങ്ങളെ. അതുകൊണ്ട് ഹജ്ജ് കൂടുതൽ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റഫഅഹുമാ അംഅറ ഹാജുൻ ഖത്തുൻ ഖീല ലി ജാബിർ റളിയല്ലാഹു അൻഹു മൽ ഇംആറു. മഹാനവറുകൾ പറയാണ്, ഒരാൾ ഉംറ ചെയ്തു, എന്നാൽ കാലം മഫ്തഖറ, ആ മനുഷ്യന്റെ ദാരിദ്ര്യത്തെ അല്ലാഹു മാറ്റി കൊടുക്കുന്നതാണ്. ഹജ്ജ് ചെയ്യുമ്പോൾ, ഉംറ ചെയ്യുമ്പോൾ ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസ്, തർഹീബ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാം. നബിതങ്ങൾ പറയാണ്, ദാരിദ്ര്യം ഉണ്ടാവൂല, മുക്കണ കിണറ്റിലെ വെള്ളം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെലവഴിക്കണം. അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ അള്ളാഹു തആല നമുക്ക് എന്ത് ചെയ്യും? ബർക്കത്ത് ചെയ്യും. അല്ലാതെ പിശുക്കി ഹജ്ജിനും പോകൂല, ഉംറക്കും പോകൂല, നല്ല കാര്യത്തിൽ ഒന്നും ചെലവഴിക്കൂല. ആ മുതൽ കൊണ്ട് അവന് യാതൊരു ഉപകാരം ഉണ്ടാവൂല. അത് നാളെ ആഖിറത്തിലും അവനെതിരായി വരും, ഭൗതികമോ ലോകത്ത് തന്നെ അവനെതിരായി വരും. അതേ സമയത്ത് ചെലവഴിക്കുമ്പോൾ അള്ളാഹു അവന് ബറക്കത്ത് നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. നബിതങ്ങൾ പറയുകയാണ്, മൻ അറാദൽ ഹജ്ജ ഫലിയതഅജ്ജൽ. ഒരാൾ ഹജ്ജിനുള്ള കഴിവ് അയാൾക്ക് കിട്ടി, സാമ്പത്തികമായി ആരോഗ്യപരമായി എല്ലാ നിലക്കും ഹജ്ജിന് പോകാനുള്ള ഒരു അവസരം അവന് ലഭിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവൻ ഹജ്ജിന് പോകണേ. നബിതങ്ങൾ പറയാണ്, കാരണം മൻ ഖറജ ഹാജൻ ഫമാത കുതിബ ലഹു അജ്റുൽ ഹാജി ഇലാ യൗമിൽ ഖിയാമ. ഒരു മനുഷ്യൻ ഹജ്ജിന് പോകുന്ന സമയത്താണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ഓരോ വർഷവും ഹജ്ജ് ചെയ്യുന്ന പ്രതിഫലം അവന് ലഭിക്കും. വമൻ ഖറജ മുഅ്തമിറൻ ഫമാത കുതിബ ലഹു അജ്റുഹു മുഅ്തമിറ. ഒരു മനുഷ്യൻ ഉംറക്ക് പോയി, അപ്പൊ അവൻ മരിക്കുകയാണ് എങ്കിൽ ഉംറ ചെയ്യാതെ തന്നെ ഉംറ ചെയ്യുന്ന പ്രതിഫലം ഖിയാമത്ത് നാൾ വരെ അവന് കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. വമൻ ഖറജ ഗാസിയൻ ഫമാത കുതിബ ലഹു അജ്റുൽ ഗാസി ഇലാ യൗമിൽ ഖിയാമ.
അതുപോലെ അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടിയിട്ട്, ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി, ധാർമ്മിക പ്രബോധനത്തിന് വേണ്ടി, ദൗത്യ നിർവഹണത്തിന് വേണ്ടി പ്രബോധനത്തിന്റെ ഗോതയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ധർമ്മസമരത്തിന് വേണ്ടിയിട്ട് പോകും ഒരാൾ മരിച്ചു, എന്നാൽ അവനും ഖിയാമത്ത് നാൾ വരെ അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് നബിതങ്ങൾ പറയാൻ, ഒരാൾക്ക് ഹജ്ജിന് അവസരം ലഭിച്ച പെട്ടെന്ന് തന്നെ അവൻ ഹജ്ജിന് പോകണേ. കാരണം തടസ്സം എപ്പോഴാ വരാന്ന് പറയാൻ പറ്റൂല. എനിക്കറിയുന്ന ഒരു സഹോദരൻ, മക്കളൊക്കെ വിദേശത്താണ്, എല്ലാ നിലയിലും ഉന്നതമായ അവസ്ഥയിൽ കഴിയുന്ന, സാമ്പത്തികമായി ഒരുപാട് പുരോഗമനത്തിന്റെ ശ്രേണിയിൽ വിരാജിക്കുന്ന ഒരു സഹോദരൻ ഹജ്ജിന് പോകാനുള്ള അവസരം ലഭിച്ചു. മക്കൾ പറഞ്ഞു ബാപ്പാടുത്ത് ഹജ്ജിനും. അപ്പൊ പറഞ്ഞു മോളുടെ കല്യാണം കഴിയട്ടെ എന്ന് പറഞ്ഞു. മോളുടെ കല്യാണം കഴിഞ്ഞു. അപ്പൊ പറഞ്ഞു വാപ്പിച്ച് ഈ കൊല്ലം ഹജ്ജിന് പോകും. കാരണം മക്കൾക്ക് നല്ല പൈസ ഉണ്ട്, 2 ആൺമക്കളാണ്, 2 പേര് വിദേശത്താണ്, നല്ല ജോലിയുണ്ട്. അപ്പൊ വാപ്പ പറഞ്ഞു വീടിന്റെ പണി തുടങ്ങിയതല്ലേ, ഇതുകൂടിയാണ് കഴിയട്ടെ എന്ന് പറഞ്ഞു. എന്റെ അനുഭവം പറയുന്നത്, ആ വീടിന്റെ പണി നടക്കുമ്പോ ആ സഹോദരൻ വീട് നനക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കയറിയപ്പോ കാല് വഴുതി താഴേക്ക് വീണുകൊണ്ട് മരണപ്പെടുകയാണ്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, മൻ അറാദൽ ഹജ്ജ ഫലിയതഅജ്ജൽ, ഒരാൾക്ക് ഹജ്ജിന് പോകാൻ കഴിവ് കിട്ടിയ പെട്ടെന്ന് തന്നെ ഹജ്ജിന് പോകണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു പെണ്ണ് റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, ഖാലത്ത് യാ റസൂലല്ലാഹ്, നബിയേ, ഇന്ന ഫരീദത്തല്ലാഹി ഫിൽ ഹജ്ജ് അദ്റക അബീ ശൈഖൻ കബീറ ഇല്ലാ യസ്ബുതു അല റാഹിലതി അഫഹജ്ജു അൻഹു. ഖാല നഅം ദാലിക ഫീ ഹജ്ജത്തുൽ വദാ. ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ മിസ്കാത്തുൽ മസാബീഹ് നോക്കി കഴിഞ്ഞാൽ അതിൽ കാണാം, നബി തങ്ങളോട് ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നബിയേ, എൻ്റെ വാപ്പാക്ക് ഹജ്ജിന് പോകാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ വാപ്പാക്ക് സുഖമില്ല നബിയെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, വാപ്പാക്ക് പകരമായിട്ട് നീ ഹജ്ജിന് പോയിക്കോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒരാൾക്ക് പറ്റിയില്ല, ഇനി വാപ്പ മരണപ്പെട്ടു പോയി. റസൂലുള്ളാഹിനോട് വന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിസ്കരിക്കുമ്പോ നിന്റെ വാപ്പാക്ക് വേണ്ടി നിസ്കരിക്കുക, നീ നോമ്പ് നോക്കുമ്പോ നിന്റെ വാപ്പാക്ക് വേണ്ടി നീ നോമ്പ് നോക്കുക, നീ ഹജ്ജ് ചെയ്യുമ്പോ നിന്റെ വാപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുക, നീ ഉംറ ചെയ്യുമ്പോ നിന്റെ വാപ്പാക്ക് വേണ്ടി ഉംറ ചെയ്യുക. നമ്മളിൽ പലരുടെയും മാതാപിതാക്കൾ മരിച്ചുപോയി, ഒരുപക്ഷെ അവർക്ക് അന്ന് കഴിവുണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് കഴിവുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ വാപ്പാക്ക് വേണ്ടി ഹജ്ജിന് പോകാൻ നമ്മൾ തയ്യാറാവുക, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ആരെങ്കിലും ഒക്കെ നമ്മൾ ഏൽപ്പിക്കുക. ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ചെലുക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലയദ്ഖുലു ബിൽ ജന്നത്തിൽ വാഹിദതി തലാസത നഫരിൻ, 3 ആളുകൾ അവര് സ്വർഗത്തിലാണെന്ന് നബി തങ്ങൾ. ആരൊക്കെയാണ്? ഒന്ന്, ഒരാള് ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് പൈസ കൊടുത്തു. ഒരാൾക്ക് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി, ഇപ്പൊ വാപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ വേണ്ടി വേറൊരാളെ ഏൽപ്പിച്ചു. എന്നാൽ ഈ മരിച്ചുപോയ വ്യക്തി, അയാൾ അത് നിമിത്തമായി സ്വർഗത്തിൽ കിടക്കും. മാത്രമല്ല ഈ പൈസ കൊടുത്ത വ്യക്തിയും കിടക്കും. അതുപോലെ തന്നെ ആ ചെയ്ത വ്യക്തിയും സ്വർഗത്തിൽ കിടക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ഹജ്ജ് ചെയ്താലാണ് പിന്നെ വേറെ ആൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? ഇപ്പം അടുത്തൊരു സംഭവം ഉണ്ടായി, ഒരാൾ വേറെ ആളിൽ നിന്ന് പൈസയൊക്കെ മേടിച്ചു, എന്നിട്ട് മുമ്പ് ഒരു ഹജ്ജിനെ അങ്ങോട്ട് പോയി. അപ്പോൾ അതൊരു പണ്ഡിതൻ അറിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇദ്ദേഹം ഹജ്ജിന് പോയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഹജ്ജ് ചെയ്യുന്നത്? അപ്പോഴാണ് മസാലയെ പറ്റി അറിയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മസാലകളൊക്കെ നമ്മൾ മസാലയാക്കരുത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഹജ്ജ് ചെയ്തിട്ട് പിന്നെ വേറെ ആൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഹജ്ജ് ചെയ്ത ആളുകളെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചെയ്താണ് ഏറ്റവും നല്ലത്. ഇനി അതിന് പറ്റിയില്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യിപ്പിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിൽ നിന്ന് എൻ്റെ അറിവിൽ 13ഓളം വരുന്ന ആളുകൾ പോകുന്നുണ്ടെന്നാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞത് ഹജ്ജിന് ഈ വർഷം. അല്ലാഹു തആല ഒരു ബുദ്ധിമുട്ടില്ലാതെ അവരൊക്കെ ആ പുണ്യഭൂമിയിലേക്ക് എത്തിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അവർക്കുള്ള യാത്രയപ്പ് ഈ വരുന്ന ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. മരുവിനേശം എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല. കമ്മിറ്റിക്കാരും വേണ്ടി ഒന്ന് പറയട്ടെ സമയം. അപ്പൊ ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ചയാണ്, ഒഴിവു ദിവസമാണ്. എല്ലാവരും അതിന്
മഗ്‌രിബിന് ശേഷം ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം എല്ലാവരും പങ്കെടുക്കുക. ഹാജി യാത്രയ്ക്കുന്നതിന്റെ പ്രതിഫലം ഞാനിപ്പോൾ പറഞ്ഞത് ഇൻഷാ അല്ലാഹ് ബാക്കി വരുന്ന ആഴ്ചകളിലൊക്കെ പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഹാജിയുടെ ദുആക്ക് വലിയ ഇജാബത്തുണ്ട്. അപ്പൊ അതിലെല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിലുള്ള ഒരു സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു തആല അദ്ദേഹത്തിന് ശിഫാ നൽകട്ടെ. നാളെ ഓപ്പറേഷൻ നടക്കുന്ന മറ്റൊരു സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു തആല പരിപൂർണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ PSC റാങ്ക് ലിസ്റ്റിലുള്ള മകളുടെ തടസ്സങ്ങൾ മാറി എല്ലാം റാഹത്തായി നല്ല ജോലി കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഖൈറും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഈ വർഷം ഹജ്ജിന് പോകുന്ന സഹോദരൻ പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഭാര്യയ്ക്കുള്ള പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടുണ്ട്. അല്ലാഹു തആല റാഹത്തായി ആ പുണ്യഭൂമിയിൽ എത്തിക്കുമാറാകട്ടെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും സിയാറകൾ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ കാരണവന്മാർക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല സഹോദരന്റെ മരണപ്പെട്ടു പോയ കാരണവന്മാർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹല്ലിൽ നിന്ന് ഒരുപാട് പേര് മരിച്ചുപോയവരുണ്ട്. എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. സുഖമില്ലാതെ കിടക്കുന്നവർക്കൊക്കെ ശിഫാ നൽകണേ റഹ്മാനെ. പഠിച്ചവരെ, യുദ്ധക്കെടുതി മൂലം പ്രയാസപ്പെടുന്ന പ്രവാസികളായ സഹോദരങ്ങൾ അല്ലാഹുവേ, അവർക്ക് നീ റാഹത്ത് നൽകണേ റഹ്മാനെ. പലരും ജോലികൾ നഷ്ടപ്പെട്ട് ബിസിനസ്സുകളൊക്കെ താറുമാറായി വളരെ പ്രയാസത്തിലാണ്. ഗ്യാസിന്റെ പ്രയാസം, ഗ്യാസ് കിട്ടാത്തതിന്റെ അതിന്റെ ലഭ്യത കുറവ് മൂലം അല്ലാഹുവേ, പലരും ഹോട്ടലുകളെല്ലാം അടച്ച് വളരെ വിഷമങ്ങളിൽ കഴിയുകയാണ്. പലർക്കും ജോലിയില്ല. എത്രയും പെട്ടെന്ന് സലാമത്ത് നൽകണേ റഹ്മാനെ. ഹൈറിന്റെ പരിഹാരം നൽകണേ റഹ്മാനെ. ലോകത്തുള്ള മുസ്ലിം സഹോദരങ്ങൾക്കെല്ലാം ഈ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ സ്നേഹിക്കുന്ന സഹോദര മതസ്ഥരായ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.